അല്ല, മേനോ വർണ്ണ വഴിയാ. നാട്ടിന്ന് പോയിട്ടിപ്പോ കാലായില്ലേ? 6-7 കൊല്ലായി. വരിക. എന്തേ വീടറിയാഞ്ഞിട്ടാ? അല്ല അല്ല, സംശയിച്ച് നിൽക്കണ ചോദിക്കുക. ഈ നാട്ടുകാരനല്ലേ? അതെ അതെ, ഞാൻ അഡ്വക്കേറ്റ് ശാരദയുടെ വീട് അന്വേഷിച്ചു വന്നതാ. ആ, അങ്ങനെ വരട്ടെ. കിഷൻകുട്ടിമേന്റെ വീട്. മൂപ്പരുടെ കാലം കഴിഞ്ഞതോടെ ഒക്കെ കഴിഞ്ഞില്ലേ? ആ വക്കീലുട്ടിയുടെ കാര്യ കഷ്ടായത്. അതും പോയപ്പോ ഒരു കുടുംബം അനാഥായില്ലേ? സുഹൃദക്ഷയം. അല്ലാണ്ട് എന്താ പറയുക? ശാരദയുടെ അനിയത്തി വീട്ടിലാരുമില്ലേ? എല്ലാരും എവിടെ പോയി? അപ്പോ ഒന്നും അറിഞ്ഞില്ല അല്ലേ? എല്ലാരും പോയി. അച്ഛൻ ആദ്യം പോയി. പിന്നെ ഞങ്ങളെ വിട്ട് സാരി ചേച്ചി. വല്യേച്ചി പോയേ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടത്തിലായി. കടക്കാരെ കൊണ്ട് നിക്കക്കള്ളില്ലാണ്ടായപ്പോ അമ്മയും അനിയത്തിമാരും കൂടി അമ്മയുടെ വല്യമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയി. നാട്ടില് തലപൊക്കി നിക്കാൻ വയ്യാണ്ടായ പിന്നെ എന്താ ചെയ്യാ? കുട്ടിയുടെ പേര് പാറൂട്ടി എന്നല്ലേ? ചേച്ചി പറഞ്ഞ് ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാലേ. കുട്ടി ഇവിടെ? ഞാനിവിടെ അടുത്ത് തന്നെയാ. വല്യച്ഛയുടെ കൂട്ടുകാരിയെ ഓർമ്മല്ലേ? തങ്കച്ചേച്ചി. അവരുടെ വീട്ടില് പാർക്കാൻ നിൽക്കുക. എന്റെ വല്യച്ഛയെ പോലെ എനിക്കവര്. ദിവസം ഇവിടെ അന്ത്യത്തിരി കത്തിക്കാൻ വരും. വരൂ. അറിയാൻ കഴിയാത്തവനെ, സ്വന്തമാക്കാൻ കഴിയാത്തവനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കുട്ടികൾ ആരാ അവിടെ? എന്താ അച്ഛാ? ചാരു ഇതുവരെ എത്തിയില്ലേ മോളെ?
ചാരു ചേച്ചി വരാൻ ഇത്തിരി വൈകുന്നു പറഞ്ഞിരുന്നു. ആ വാ. ആ ആ ആ. അതെന്താ ചാരു ഒന്ന് സൈക്കിളിലല്ലേ പോയത്? സൈക്കിളിന് എന്തോ കേട് പറ്റിയിട്ടുണ്ട്. ആ എല്ലാം എനിക്ക് മനസ്സിലാവണുണ്ട്. ഇത്രയും ദുരഭിമാനം നന്നല്ല ആർക്കായാലും. തെറ്റല്ലാന്ന് അവനവന് ബോധ്യമുള്ള കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കുന്നവർ വിഡ്ഢികളാ. നോക്കുന്നവർ നോക്കേ, പറയുന്നവർ പറയേ ചെയ്യട്ടെ എന്ന് വിചാരിക്കേ വേണ്ടൂ. ആ പെൺകുട്ടികളായ ഇത്രയൊക്കെ ചുണ വേണം. ആ അല്ല ശരി, ഇന്നെന്താടോ തന്റെ ശകടത്തിന് എന്ത് പറ്റി? ഹാ, ദൈവത്തിന് സ്തുതി. ഇതുപോലെ എന്ന് മൂപ്പര് പണിമുടക്കിയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ പ്രാർത്ഥന. പിള്ളേര് കൂന്നത് പോട്ടേന്ന് വെക്കാം, മറ്റുള്ളവരുടെ വല്ലാത്ത നോട്ടാ സഹിക്കാൻ പറ്റാത്തത്. താനൊന്ന് ചുമ്മാ തിരിടൂ. ഹൂ കേഴ്സ്? തങ്കം, ഇന്ന് എനിക്ക് വായനശാല ഒന്ന് കയറണം. ഇന്നെന്താ ശാരി നല്ല മൂഡിലാണല്ലോ. കമ്മീഷന്റെ ഫീസ് ഇട്ട ദിവസം ഇന്ന്. കൊറേ നാളുകൂടി മനസ്സൊന്ന് തണുത്തു. ഇത്തിരി വായനയും സാഹിത്യമൊക്കെ ആവാന്ന് വെച്ചു. ശരി ശരി, നടക്കട്ടെ. ശാരിക്ക് ശാരിയുടെ വഴി. ഇന്നൊരു ദിവസമെങ്കിലും ശാരി എല്ലാം മറന്നൊന്ന് ജീവിച്ചോട്ടെ. ഓ, ബ്രദേഴ്സ് കനമസം ഉണ്ടോ? പോയിരിക്കുകയാണല്ലോ. ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇന്നലെ ആരോ കൊണ്ടുപോയി. എന്താ അത്യാവശ്യമുണ്ടോ? അത്യാവശ്യമൊന്നുമില്ല. അടുത്ത ആഴ്ച തിരിച്ചെത്തും. ഞാനിത് മാറ്റി വയ്ക്കാം, പോരെ? ശരി. ശാരദേ, ശാരദ തേടിയ പുസ്തകം എന്റെ കൈവശമുണ്ട്. സത്യത്തിൽ ആ പുസ്തകം തന്നെ എടുത്തോണ്ട് പോയത് ഞാനാ. ഞാൻ നേരത്തെ വായിച്ചതാ. ദസ്തയേവ്സ്കി എനിക്കൊരു ഹരവാ എന്നും. ശാരദയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഓ ഡസൻ മാറ്റർ, ഞാൻ നാളെ കൊണ്ടുവരാം. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് വായിക്കാന്ന് വെച്ചു. വെറുതെ ഒരു വായന അങ്ങനെയുണ്ടോ? സൗകര്യം പോലെ മടക്കി തന്നാ മതി. ശാരദ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, ഞാൻ അധികമൊന്നും, അതും ഈയിടെ ഒട്ടും വായിക്കാറില്ല. എനിക്ക് നിൽക്കാനൊക്കെ എവിടെയാ സമയം? ബ്രദേഴ്സ് കർമ്മസോവിലാണ് ദസ്തയേവ്സ്കിയുടെ ആത്മാവ് നമ്മൾ കണ്ടെത്തുക. അപ്പൊ ശരി, വീണ്ടും കാണാം. അയ്യോ, ഇന്ന് അലക്കെടുത്ത സാരിയാ. അപ്പടി ചെള്ളിയാക്കല്ലേ മോളെ. വലിയച്ചിക്ക് ഒരു ദിവസം കൂടി ഒപ്പിക്കാനുള്ളതല്ലേ. അമ്മണി, നീ ഇന്ന് മരുന്ന് കഴിച്ചോ? മരുന്നൊക്കെ തീർന്നിരിക്കണോ ചേച്ചി? ചാരു എന്താ മിറ്റത്ത് ഇങ്ങനെ നിക്കണേ? വന്ന് കാപ്പ് കുടിക്കൂ കൂട്ടി. വാ. എന്നാ മോളെ. ഞാൻ അടുക്കളയിലേക്ക് വന്നോളായിരുന്നല്ലോ അമ്മേ. ഇത് കഴിച്ചിട്ടാവാൻ ചാരു സാരി മാറലൊക്കെ. എത്ര നേരായി? ആ, ഞാൻ എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയാമോ അമ്മയ്ക്ക്? രൂപ വല്ലതും ആണോ മോളെ? പാൽക്കാരൻ എന്ന് 2 തവണ വന്നിട്ട് പോയി. ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എത്രയാ ചാരു? 100ന്റെ ആണോ? അതേലോ. അമ്മയുടെ ചാരു ആരാന്ന് വിചാരിച്ചേ? രൂപ 200. കേസിലാ വക്കീലാന്നല്ലേ എല്ലാവരുടെയും പരാതി. ദാ
പാൽക്കാരനോട് നാളെ തന്നെ വരാൻ പറയാം. എന്താ ചെനക്കത്തൂര് അമ്മേ, നാളത്തെ കായ ഒരെണ്ണം ബാക്കി ഇരുന്നതാ. നല്ലോണം പഴുത്തില്ല. തൊലി പൊളിച്ച് ഉപ്പ് ഉരുട്ടി ചുട്ടതാ. ഉള്ളു വെന്തുണ്ടോ ആവോ. അമ്മണി, എല്ലാം എത്തിയോ? ഇവറ്റോള് കാണണ്ടാന്ന് വെച്ചാ ഇങ്ങടെ കൊണ്ടുവന്നത്. അവള് സന്ധ്യക്ക് വന്നു കേറിയ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കാൻ സ്വൈര്യം കൊടുക്കില്ല അച്ഛാ. സാരില്ല അമ്മേ, കുട്ടികളല്ലേ. ആ, പണിയൊക്കെ തീർന്നോടി? അരി അടുപ്പത്താ. വാർത്ത ഇത്തിരി താമസമുണ്ട്. ബാക്കിയൊക്കെ ആയി. നിനക്ക് ഈ തലമുടി ഒന്ന് പിന്നെ ഇട്ട എന്താ പാറൂട്ടി? എട ഉണ്ടാവണ്ടേ ചേച്ചി? പിന്നെ പിന്നീട്ട് അടുപ്പിന്റെ അടുത്ത് പോയാ വിഷമാ. ഞാൻ പിന്നെ തരാം, നീ ഇവിടെ ഇരിക്ക. എന്തത്? കൊച്ചേച്ചി, കൊച്ചേച്ചി, എവിടെ പോയി കിടക്കുക? ആ കൊച്ചേച്ചി, അരി വെന്തു. അതിന് ഇവളിവിടെ എന്താ ചെയ്യണെന്ന് നീ കണ്ടില്ലേ? അമ്മ പറഞ്ഞു വേഗം ചെന്ന് വാർക്കാൻ. നിനക്ക് അങ്ങോട്ടൊന്ന് വാർത്താൽ എന്താ? എനിക്ക് വിളക്ക് തേക്കണം. അയ്യോ, അമ്മരടിച്ചിട്ടില്ല. നീ ഇവിടെ ഇരിക്കെ. കേട്ടോ പത്മിനി അമ്മേ, ആദ്യം ചെന്ന് ആ അരി അങ്ങോട്ട് വാർക്കുക. ഞാനോ? എനിക്കറിയില്ല. കൈക്കലെടുത്ത് ചെമ്പ് വാങ്ങി പാത്തയുടെ മോളിൽ വെച്ച് ചരിച്ചങ്ങോട്ട് പിടിക്കുക. അത്രേ ഉള്ളൂ. ആ, എനിക്കറിയില്ല. അറിയണമല്ലോ, ഒന്നവിടെ ചെയ്തു നോക്കൂ. അരി വാർത്തു കഴിഞ്ഞ് ചൂലെടുത്ത് ആ ഉമ്മറ കോല എന്ന് അടിച്ചു വരിക. അപ്പോഴേക്ക് ഈ കൊച്ചേച്ചി അങ്ങ് വരും. അവള് കയ്യോ കാലോ പൊള്ളിക്കും ചേച്ചി. ഞാൻ പോവാ. നീ ഇവിടെ ഇരിക്കെ. ഇള്ള കുട്ടിയൊന്നും അല്ലല്ലോ, ഇതൊക്കെ പഠിക്കേണ്ട പ്രായമായി അവക്ക്. ഒരു ഹിമകണം മാത്രമാണന്ധമാമിരവിൻ സന്തതിയായ ഞാനെങ്കിലും ക്ഷണികമാകിലെന്തെന്റെ ജീവിത കണികയിൽ കണ്ടിതങ്ങൾ തന്നെ ഞാൻ. അകലയേക്കാളകലയാകുന്നു നീ, അരികിലേക്കാളരികിലാണദ്ഭുതം. ശാരി, കാഹളത്തിന്റെ മുഖപ്രസംഗം അസലായിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻകുട്ടി മേനോൻ കസറുന്നുണ്ടല്ലോ. അച്ഛനോ അതോ മകളോ ലേഖനം എഴുതിയത്? തങ്കം തന്നെ പറയും. ആരായിരിക്കും? തന്റെ കാര്യം കഷ്ടം തന്നെ ശാരി. ശാരിയുടെ കവിതയും സാഹിത്യമൊക്കെ കോടതിയിലും അച്ഛന്റെ പത്രത്തിലും ആയി തീരുവെന്ന എന്റെ പേടി. ഒട്ടും സർക്കുലേഷൻ ഇല്ലാത്തൊരു പത്രം എന്തിനാ നിന്റെ അച്ഛനിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നേ? എനിക്കറിയില്ല തങ്കം. ആ പത്രം കൂടി ഇല്ലെങ്കിൽ പിന്നെ അച്ഛനുണ്ടാവില്ല. ഒരു കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അച്ഛനെ പിരിഞ്ഞു പോയി, ഓരോരുത്തരായിട്ട്. ഒടുക്കം പ്രപഞ്ചേട്ടനും. കഷ്ടമായി. പ്രപഞ്ചേട്ടൻ നിന്റെ വലിയൊരു ഫാനായിരുന്നല്ലോ. പ്രപഞ്ചേട്ടൻ പോയപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ കണ്ണ് നിറഞ്ഞത്. ഒരിക്കലും അച്ഛനെ വിട്ടു പോകുന്നു ഞാൻ വിചാരിച്ചതേയല്ല. അതിൽ പിന്നെ പത്രത്തിന്റെ കഥ കഴിഞ്ഞു അല്ലേ? പോണേന്റെ തലേന്ന് പ്രപഞ്ചേട്ടൻ പറഞ്ഞത്, ശാരി, വിശ്വാസം നശിക്കുന്നത് വരെ രക്ഷയുണ്ട്. ആരാധനമൂർത്തി വെറും കളിമണ്ണാണെന്നറിഞ്ഞാൽ തീർന്നു. വിഗ്രഹം തകരുന്നതിന് മുമ്പ് ക്ഷേത്രത്തിന്റെ പുറത്ത് കടക്കണം. അമ്മേ, അനിയൻ വന്നില്ലേ? മണി 8 അനിയൻകുട്ടൻ സിനിമയ്ക്ക് പോയിരിക്കുക. ഈ അമ്മ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്.
എന്തിനാ അമ്മ അവന് പൈസ കൊടുത്തേ? ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ അല്ലേ അവൻ സിനിമയ്ക്ക് പോയത്? ഞാൻ ആർക്കും ആണേയും പൈസ ഒന്നും കൊടുത്തിട്ടില്ല, എന്നോടൊട്ട് ചോദിച്ചിട്ടും ഇല്ല. അപ്പോ അവൻ അതും തുടങ്ങി. എന്താ അവിടെ ഒരു ബഹളം? മോളെ കുറച്ച് വെള്ളം ഇങ്ങി എടുക്കൂ. ദാ വരണോ അച്ഛാ? അച്ഛാ വെള്ളം. മോളെ ചാരു, നാളെ ഹൈസ്കൂൾ ഗ്രൗണ്ടില് ലേബർ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അച്യുതക്കുറുപ്പാ പ്രസംഗിക്കുന്നേ. 5 മണിക്ക് നീ ഒന്ന് പോകണം കേട്ടോ. ഒറ്റയ്ക്ക് പോകണ്ട, രാമൻകുട്ടിയും വരും. അവൻ തനിയെ പോയിട്ട് ഒരു വിശേഷവും ഇല്ല. എനിക്കാണെങ്കിൽ 100 കൂട്ടം തിരക്കുണ്ട് നാളെ. ചാരു തന്നെ പോകണം കേട്ടോ. റിപ്പോർട്ട് എഴുതണം, മറ്റന്നാളത്തെ പേപ്പറിൽ വരണം. മൂരാച്ചികളെ പൊളിച്ചു വിടണം നമുക്ക്. ആ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇല്ല അച്ഛാ, ഞാൻ പൊയ്ക്കോളാം. മറക്കരുത്, കോടതിയിൽ നിന്ന് നേരത്തെ പോന്നേക്കണം. ഇല്ല, മറക്കില്ല. ചേട്ടൻ പറഞ്ഞത് എത്ര ശരി. വിഗ്രഹം തകരുന്നതിന് മുമ്പ് ക്ഷേത്രത്തിന് പുറത്ത് കടക്കണം. ഈശ്വരാ, എന്റെ ക്ഷേത്രവും ശൂന്യമാവാൻ തുടങ്ങുകയാണോ? ആ ടിന്നിൽ ഒന്നുമില്ല ചേച്ചി. പൗഡർ തീർന്നിട്ട് 2 ആഴ്ചയായി. നിനക്കിന്ന് സ്കൂളില്ല അല്ലേ? ഇല്ല. ഇന്ന് വരുമ്പോ ഒരു ടിൻ മേടിച്ചിട്ട് വരുമോ ചേച്ചി? ഇതിപ്പോ എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ, ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ടാ. ഇത്രയെങ്കിലും. ശരി, നോക്കട്ടെ. ചേച്ചി, പൗഡറിന്റെ കാര്യം മറക്കല്ലേ. ചാരു പോയോ പത്മു? ദാ ഇപ്പൊ ഇറങ്ങിട്ടേ ഉള്ളച്ചാ. നീ ഇങ്ങനെ വെറുതെ ഓരോ ആവശ്യം പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഇല്ലച്ചാ, അത് സമയം കിട്ടുമ്പോ അടുക്കളയിലെ കാര്യം കൂടി നീ ശ്രദ്ധിക്കണം. പാവം പാറൂട്ടി, അടുപ്പ് ഊതി ഊതി അവളൊരു പേക്കോലം മാതിരി ആയിട്ടുണ്ട്. ആ, ദാമോദര പണിക്കരുമായി നിന്റെ അച്ഛൻ ഇത്ര ശത്രുത ഉണ്ടാവാൻ കാരണം എന്താ ശരി? ഓ, അതൊരു നീണ്ട കഥയാണ്. 47-ലെ സ്വാതന്ത്ര്യ സമരവും ചരിത്രമൊക്കെ തങ്കത്തിന് അറിയാലോ. നാടാകെ കൊടുങ്കാറ്റായിരുന്നു. കോട്ടും ഗൗണും ഒക്കെ ഊരി വലിച്ചെറിഞ്ഞ അച്ഛൻ പോയത്. ഞാനന്ന് അമ്മയുടെ ഒക്കത്തിരിക്കണ കുട്ടിയായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, പരുപരുത്ത വെള്ള ഖദർ ഷർട്ടും ഇട്ട് ഇടയ്ക്കിടെ കുറെ കൂട്ടുകാരുമൊത്ത് വീട്ടിൽ വരുന്ന അച്ഛന്റെ ചിത്രം. അന്നൊക്കെ ഈ ദാമോദർ പണിക്കർ അച്ഛന്റെ വലം കൈയായിരുന്നു. അച്ഛന്റെ നിഴല് പോലെ നടന്ന് ഒടുക്കം എന്താ പറയാ, തോളിലിരുന്ന് ചെവിയിന്നാന്നൊക്കെ പറയാറില്ലേ. തീപ്പൊരി പ്രസംഗവും നിയമലംഘനവും ഒക്കെ ഉണ്ടായി. പിന്നെ ജയിലിലേക്കുള്ള തീർത്ഥാടനവും. കാക്കിയിട്ടവരുടെ ലാത്തിയും ചവിട്ടും കൊള്ളാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ നിന്നവരൊക്കെ കളം മാറ്റി ചവിട്ടി. പിന്നെ നീണ്ട 6-7 വർഷങ്ങൾ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ. പിന്നീട് എപ്പോഴാ ജയിൽ വിട്ടത്? ഞാനിന്ന് 4-ലോ 5-ലോ പഠിക്കായിരുന്നു. സ്കൂള് വിട്ടു വന്നപ്പോ വീട്ടിൽ വലിയ ആഘോഷം. ഉമ്മറത്ത് ഖദറൊക്കെ ഇട്ട് കൊറേ കോൺഗ്രസ്സുകാര്. അച്ഛൻ തിരിച്ചു വന്നു. പഴയ കൂട്ടുകാരൻ കാണാൻ വന്നിരുന്നോ? ആര്? ദാമോദർ പണിക്കരോ? ഹേയ്, അയാൾ ആകെ മാറിപ്പോയിരുന്നു. തന്ത്രശാലി. ഒരു കണക്കിന് അയാളാ തങ്കശ്ശേരി. അച്ഛനെ പോലുള്ളവർ വിഡ്ഢികളായിരുന്നു. ചരിത്രത്തിലെ വലിയ തെറ്റുകൾ. ജയിലിൽ നിന്ന് മടങ്ങി വന്നിട്ടാണോ കൃഷ്ണൻകുട്ടി മേനോൻ പത്രം തുടങ്ങിയത്? അത് മറ്റൊരു കഥ.
പാർട്ടി ആവശ്യപ്പെട്ടപ്പോ അച്ഛൻ ഇലക്ഷന് നിന്നു. നോമിനേഷൻ കൊടുത്തതിന് ശേഷം മനസ്സിലായത് എതിർ സ്ഥാനാർത്ഥി ആരാന്ന്. ആരായിരുന്നു? ആരായിരിക്കും? തങ്കൊന്ന് ആലോചിച്ച് നോക്ക്. ദാമോദര പണിക്കർ. അച്ഛനെ മാനസികമായിട്ട് തളർത്തിയ സംഭവമായിരുന്നു അത്. സ്വന്തം ശിഷ്യനായിരുന്നു ഒരാൾ. ഒടുവിൽ ആരാ ജയിച്ചത്? പണിക്കര് പണം വാരിക്കോരിയാ ചെലവിട്ടത്. വോട്ടെണ്ണ ദിവസം അച്ഛന്റെ കൂട്ടുകാർ മാലയൊക്കെ തയ്യാറാക്കി കാത്തു നിന്നു. പക്ഷെ പണിക്കരുടെ പാർട്ടി ഘോഷയാത്രയെ വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോ അച്ഛൻ തകർന്ന ഹൃദയത്തോടെ അകത്ത് കയറി കഥകടച്ചു. അതോടെ അച്ഛന്റെ രാഷ്ട്രീയ ജീവിതവും കഴിഞ്ഞു അല്ലേ? കഷ്ടം. ഒരർത്ഥത്തിൽ തങ്കം പറഞ്ഞ ശരിയാ. അങ്ങനെയാ കാഹളം പത്രം തുടങ്ങിയ. നല്ല സൗകര്യല്ലേ, ഒരു പാർട്ടിയിലും ഇല്ലെങ്കിൽ മുഖം നോക്കാതെ എഴുതാം, ആരെയും ചീത്തയും പറയാം. പത്രം തുടങ്ങിയപ്പോ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കുമല്ലോ കൃഷ്ണൻകുട്ടി മേനോൻ. അവിടെയാ തങ്കത്തിന് തെറ്റിയത്. അച്ഛന്റെ വാക്കും പ്രവൃത്തിയും പത്രത്തിലെ മുഖപ്രസംഗം ഒന്നും എവിടെ ഏശിയില്ല. അതൊന്നും ആർക്കും വേണ്ടായിരുന്നു. കാലം മാറിയില്ലേ. അച്ഛൻ സ്വന്തം വാശിയാഹന്തയെ കൊണ്ടു നടക്കുകയാണെന്നേ കൂടെ ഉള്ളവര് പോലും കരുതിയുള്ളൂ. അതല്ലേ പ്രപഞ്ചേട്ടൻ പോലും. മറ്റേ മൂപ്പർ ആളെങ്ങനെ? ആര്? രാമൻകുട്ടിയോ? അച്ഛന്റെ അനന്തരവനാണ്. ഒരു പമ്പര വീട്ടി. എന്ന് വെച്ചാ ശാരിയുടെ മുറച്ചെറുക്കൻ എന്നർത്ഥം. എനിക്കാളെ കാണുന്നതിന് ചതുർത്ഥിയാ. സമയം പോയതറിഞ്ഞില്ല. കാകളത്തിന്റെ സ്വലെ സാക്ഷാൽ രാമൻകുട്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കാത്തേക്കുന്നുണ്ടാവും ഇപ്പോ. മീറ്റിംഗിന്റെ റിപ്പോർട്ട് ഞാൻ തന്നെ തയ്യാറാക്കണമെന്ന് അച്ഛന് ഒരേ നിർബന്ധം. ശരിയപ്പോ? ഹലോ ശാരദ, ഇതാ ഫിയോദോർ ദസ്തയേവ്സ്കി. താങ്ക് യു. സൗകര്യം പോലെ വായിച്ചിട്ട് തന്നാ മതി കേട്ടോ. നല്ല ആളാ. ഇന്ന് കോടതി നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ ഞാനിവിടെ കാത്തു നിന്നു. കൃത്യം 5-ന് യോഗം തുടങ്ങുമെന്ന് അച്ഛൻ ഇന്നലെ ശാരിയോട് പറഞ്ഞല്ലേ. ശാരി എന്താ ആലോചിക്കണേ? മുഖത്തൊരു വാട്ടമുണ്ടല്ലോ. ഇല്ല, എനിക്ക് ക്ഷീണമൊന്നുമില്ല. എന്നാ ശരി, എനിക്ക് പ്രസ്സിലൊന്ന് പോണം. എന്താടാ കാലിന് എന്താ പറ്റിയേ? ഐഡിൻ വെക്കണം. അത് മനസ്സിലായി. എന്താ പറ്റിയെന്നാ ചോദിച്ചേ? ഏട്ടൻ ഫുട്ബോൾ കളിച്ചിട്ടാ കാല് പൊട്ടിയത്. മുറി സാരിയില്ലല്ലോ. വോ സാരമുണ്ട്. എടാ, അധികം മുറിഞ്ഞിട്ടുണ്ടോന്ന്? അത് അവനവനാവുമ്പോഴേ അറിയൂ. ഞാനല്ലാതെ ഇവനോട് ആരെങ്കിലും ചോദിക്കോ? ആര് പറഞ്ഞു ചോദിക്കാൻ? ചേച്ചിയോട് എന്തിനാ ശുണ്ടി എടുക്കണേ? ഇതാപ്പൊ നന്നായേ, അങ്ങാടി തോറ്റേഞ്ഞ്. ചാരു മോളെ, ഡാ വരണോ വെച്ചാ? മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ലായിരുന്നു. തരക്കേടില്ലായിരുന്നോ? അല്ല, ഞാനേ അച്യുതക്കുറുപ്പിന്റെ പ്രസംഗത്തെ പറ്റിയാ ചോദിച്ചത്. കേക്കട്ടെ. അല്ല, അതായത് നീ പോയില്ലേ മീറ്റിങ്ങിന്? പോയിരുന്നു. എന്നിട്ട് എന്ത് കേട്ടോണ്ടിരുന്നു അവിടെ? ഞാൻ കൂടെ രാമൻകുട്ടി ഉണ്ടായിരുന്നേ. രാമൻകുട്ടി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അവൻ കൂടെ വന്നിരുന്നു എന്ന് പറയാനാണോ നിന്നെ അയച്ചത്? ഒരു കാര്യം ഏൽപ്പിച്ചാ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നീ ഇങ്ങനെയായ എങ്ങനെയാ ചാരു? നിനക്കൊരു ശ്രദ്ധയില്ലാതായ പത്രത്തിന്റെ കാര്യം പിന്നെ ആരാ നോക്കുക? അനിയനൊരുത്തനുണ്ട്,
ഒരു ലക്കും ലഗാനും ഇല്ലാതെയാ വളരുക. പിന്നെ ആകെ ഉള്ളത് രാമൻകുട്ടിയാ. ആ അതുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ. ചാരു, നീയും ഇങ്ങനെ തുടങ്ങിയ സൂക്കേട് വലുതും ഉണ്ടോ കുട്ടി നിനക്ക്? മുഖത്തൊരു വല്ലാഴിക ഉണ്ടല്ലോ. ചെറിയൊരു തലവേദന അച്ഛാ. എന്നാ പിന്നെ കുട്ടി എന്തിനാ പോയേ? തലവേദനയും വെച്ചോണ്ട് ആരെങ്കിലും പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ പോവോ? പോയാൽ തന്നെ എന്തെങ്കിലും തലേ കയറുവോ? വൈകി പോയി കിടന്നോളൂ ചാരു, പൊയ്ക്കോളൂ. അവനവന്റെ ശരീരം നോക്കാനും കൂടി അതിനറിയില്ല. പാവം. നീ വരുന്നതിന് മുമ്പ് ആമയായിരുന്നു ഞാൻ. അംഗങ്ങൾ ഉൾവലിക്കുന്ന ആമ. ഹൃദയം മരവിച്ചു തുടങ്ങിയപ്പോൾ, അവിടെ ഇനി ചലനമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചപ്പോൾ നീ മുമ്പിൽ വന്നു. മണ്ണ് തൊട്ടു നിൽക്കുന്ന മാനത്തിന്റെ ഓമന മഴവില്ല. ശാരദ കവിത പൂർത്തിയാക്കിയില്ലല്ലോ? ഇല്ല, എഴുതി തീർന്നില്ല. എഴുതി കഴിയുമ്പോ മുഴുവനായി എന്നെ വായിച്ചു കേൾപ്പിക്കോ? എഴുതി തീരുമ്പോഴല്ലേ? എന്നുവെച്ചാൽ കവയത്രിയുടെ ജീവിതത്തിൽ നിന്നും ചീന്തിയ ഏടാണെന്നർത്ഥം. അങ്ങനെ എന്നെ കൂട്ടിക്കോളൂ. ശരിയാണ്, ഇന്ന് നിലാവിന് വെണ്മ കൂടുതലുണ്ട്. നക്ഷത്രപ്പൊട്ടുകൾ ചിന്നിച്ചിതറിയ ശാരദാകാശത്തിന് ഇരട്ടി നീലിമയുണ്ട്. എന്നും പോകുന്ന വഴിയിലെ എന്നും കാണുന്ന മരം പൂവണിഞ്ഞിരിക്കുന്നു. ശാരി, ഈ ബന്ധം നിന്റെ അച്ഛൻ സമ്മതിക്കോ? ഭാസ്കരമേനൻ നല്ലവനാ, മാന്യനുവാ. ദാമോദര പണിക്കർക്ക് ഇങ്ങനെ ഒരു മകൻ ആലോചിക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. വിരുദ്ധ ധ്രുവങ്ങൾ എന്നൊക്കെ പറയാറില്ലേ? ശാരി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ മറ്റൊരു ലോകത്താണ് തങ്കം. കോടതി വിട്ട വീടാ എന്റെ ലോകം. തങ്കത്തിന് കേൾക്കണോ? രാവിലെ വീട്ടില് കുട്ടികളുടെ വലിയ ബഹളായിരുന്നു. ഒരുത്തിക്ക് സ്കൂളിൽ പോകാൻ പാവാടില്ല. ഇളയതനാണെങ്കിൽ തൊട്ടേന് പിടിച്ചതിനൊക്കെ ഷാഡിയാ. അനിയനാണെങ്കിൽ തന്നെ താൻ തോന്നിയായിട്ടാ വളരണ. അവന്റെ കാര്യം ആലോചിക്കുമ്പോ ഉള്ളിൽ തീയ. ആവശ്യങ്ങളൊന്നും പുറത്തു പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ഒരു മൂക ജീവിയുണ്ട് വീട്ടില്. അതിനെ തങ്കം കണ്ടിട്ടുണ്ടോ? എന്റെ ശാരി, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും സഹിക്കുന്നതിനൊക്കെ ഒരതിരില്ലേ? ശാരിക്ക് ഇപ്പൊ ആവശ്യം നല്ലൊരു ഊന്നുവടിയാ. എന്റെ കുട്ടി, നീ അത് മുറുകെ പിടിച്ചോളൂ. പ്രിയപ്പെട്ടവനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ അസുലഭമായ പുഞ്ചിരിയിൽ ഉണങ്ങി മരുഭൂമിയായിരുന്നിടത്ത് നേർവീണു. മുരടിച്ചു പോയിരുന്നത് വീണ്ടും തലയിട്ടു. ലോകം പുതിയതായി കണ്ടു ഞാൻ, നഗ്നമായി സുന്ദരമായി. പ്രിയനെ, നിന്നെ ഞാൻ അച്ഛനാണെങ്കിൽ മൂക്കത്താ ശുണ്ടി. വീട്ടിലെ കാര്യങ്ങളൊന്നും മൂപ്പര് അറിയാറേയില്ല. കാഹളം ഇപ്പോഴും പുറത്തിറങ്ങുന്നുണ്ടോ? കാഹളം അതിനധികം ആയുസില്ല. അച്ഛന്റെ ജീവിതം പോലെ. രാമൻകുട്ടി എന്ത് പറയുന്നു? ഒരു വണ്ടിക്കാളയുടെ ജന്മം അതിൻ്റെത്.
അച്ഛന്റെ ശുണ്ഠിയും പരിഹാസമൊക്കെ ആ പാവ സഹിക്കണേ. ശരി, ഞാൻ പറയാമെന്ന കാര്യം വിട്ടുപോയി. അടുത്ത മാസം ആദ്യം ഞാൻ ഡൽഹിക്ക് പോകുന്നു. ഓ, അന്ന് പറഞ്ഞ ജോലിക്കാര്യം ശരിയായോ? എല്ലാം ശരിയായിട്ടേ ശാരിയോട് പറയുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വളരെ നന്നായി. ശാരി, ശാരി എന്നെ വിവാഹം കഴിക്കുമോ? ഞാനത് ചോദിക്കുന്നത് ശാരി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓ, എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തോ ഒന്ന്, ഒരു മാറ്റൊലി പോലും ശാരിയിൽ ഉണ്ടാക്കിയില്ലേ? എന്തെങ്കിലും ഉദ്യോഗം കിട്ടിയിട്ട് വേണം ശാരിയോടത് ചോദിക്കാനെന്ന് വെച്ചിട്ടാ ഇത്രയും കാത്തത്. പക്ഷേ ഞാൻ ഇത്രയും വൈകിക്കരുതായിരുന്നു. എന്തേ ശാരി ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ അച്ഛൻ. മകളുടെ ഹൃദയം എവിടെയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അച്ഛന്റെ എതിർപ്പൊക്കെ മാറില്ലേ? അച്ഛന് നമ്മളെ മനസ്സിലാവില്ല. നമ്മുടെ രീതിക്കല്ലല്ലോ അവര് ചിന്തിക്കുന്നത്. പണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്ത് ആരെങ്കിലും സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കുമോ? ഒരു തലമുറയുടെ തെറ്റ് അടുത്ത തലമുറ അനുഭവിക്കണമെന്നോ? ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം തന്നൂടെ? തീർച്ചയായും. ശാരിക്ക് എത്ര ദിവസം വേണം? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അടുത്ത തിങ്കളാഴ്ച ഞാൻ മറുപടി പറയാം. നേരെ ഒരുപാട് വൈകി. ശാരി നടന്നോളൂ. ശാരി, കാലിൽ വരിഞ്ഞു ചുറ്റി കിടക്കുന്ന മാറാല തൂത്തുകളയാനാണ് ഇരുമ്പ് ചങ്ങൽ അറക്കുന്നതിനേക്കാൾ വിഷമം. അത് മറക്കണ്ട. ശാരി ദിവാസ്വപ്നം കാണുകയാണോ? തങ്കം, ഒടുവിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. ആ, അങ്ങനെ വരട്ടെ. ഞാനത് എപ്പോഴേ ഊഹിച്ചു. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ശാരി ഇങ്ങനെ ഒരു ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കായിരുന്നില്ലേ? എന്നിട്ട് ശാരി എന്ത് നിശ്ചയിച്ചു? അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ. ഒന്നുകിൽ അക്കരെ അല്ലെങ്കിൽ ഇക്കരെ. ഒരു സമയം ഒരു തോണിയിലെ കാലു വെക്കാവൂ. എന്റെ തോണി ഇക്കരെ എത്തിക്കഴിഞ്ഞു. പക്ഷേ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി കുതിർന്നിരിക്കുകയാണ്. വല്യേച്ചി, അവിടെ എന്തോ കേസാണ്. അതേ അമ്മ കരയണു. അനിയേട്ടൻ അലമാര തുറന്ന് എല്ലാം വാരി വലിച്ചിടുകയാണ്. ഒന്നങ്ങോട്ട് വരൂന്ന്. എടാ, നീ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാന്? അതിനകത്തൊന്നുമില്ല, വെറുതെ തരേണ്ട. എന്താ എന്താടാ അതിന്റെ അർത്ഥം? അവന് പണം വേണത്രേ. എന്റെ കയ്യിലുണ്ടോ എടുക്കാൻ? അതിനകത്ത് ഒറ്റ ചില്ലി കാശില്ല. പറഞ്ഞാലൊട്ട് വിശ്വാസമില്ല. താക്കോല് തട്ടിപ്പറിച്ചോണ്ട് വന്ന് എല്ലാം വലിച്ചിട്ട് തരയ്യ. അയ്യോ, അത് എടുക്കല്ലേടാ. പാറൂട്ടിയുടെ കഴുത്തിൽ പൊട്ടിക്കിടന്നത് അത്. ഇന്ന് നന്നാക്കി തരാം, നാളെ നന്നാക്കി തരാന്ന് പറഞ്ഞു വെച്ചിരിക്ക. അത് എടുക്കല്ലേടാ. ആ പെണ്ണ് ചാവും. യോ എന്റെ ഭഗവതി. അതവിടെ വയ്ക്ക്. എടാ, നിന്നോട് പറഞ്ഞത്
ഉണ്ടാക്കാൻ. ഇത് കുറച്ച് കടന്നു പോകുന്നു. ദേ, തോന്നിയാസത്തിനൊരു അതിര് വേണം. വേണോ? പണം എടുത്തോളൂ, ഇതങ്ങോട്ട് തന്നേക്കാം. നാണില്ലാത്തവൻ. വീട്ടിൽ എങ്ങനെയെന്ന് കഴിയണമെന്നൊരു ചിന്ത വേണ്ട. ഇവിടെ എന്താടാ പണം കായ്ക്കണ മരം മറ്റുണ്ടോ? സിനിമ കണ്ടോ കൂട്ടുകൂടി ചീട്ട് കളിച്ച് ചായ കുടിച്ചങ്ങ് നടന്നാ മതി. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ആ പാവം കുട്ടിയുടെ മാല എടുത്തോണ്ട് പോണു. സമ്മതിക്കില്ല ഞാൻ. ഞാൻ സിനിമ കണ്ടാലും ചായ കുടിച്ചാലും നിങ്ങൾക്കൊന്നും ഒരു നഷ്ടമില്ലല്ലോ. നിങ്ങളുടെ ആരുടെയും കാശ് കൊണ്ടല്ല ഞാൻ ചായ കുടിച്ചത്. ഇനി ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. പോരെ, ഇന്ന് എനിക്ക് ഇത്തിരി പണം ആവശ്യമുണ്ട്. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാനിത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഓ, വലിയ പൗരുഷം തന്നെ. ശരി, എനിക്ക് പൗരുഷമില്ല, സമ്മതിച്ചു. ഏതായാലും ഇനി നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഞാൻ എന്റെ പാട് നോക്കി പോയിക്കോളാം. എനിക്കിനി ചോറും വെച്ച് തരണ്ട. ഇത്രയല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ. കുടുംബസ്വത്തിന്റെ ഓഹരി വാങ്ങണമെന്ന് കൂട്ടിക്കോളൂ. കുടുംബസ്വത്തോ? ഇരിക്കണു തറവാട്ട് സ്വത്ത് ഇങ്ങനെ ചെലവാക്കാൻ ആളില്ലാതെ. എല്ലാം ഇട്ടെറിഞ്ഞു പോവുകയാണ് അത്രവൻ. എവിടേക്കടാ നീ പോണേ? അത് ചേച്ചി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ നാടകത്തിൽ നിന്ന് പോകുന്നു. ഓഹോ, അപ്പൊ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലേ? പോകും പോലും. വളർത്തി ഇത്രയും വലുതാക്കി അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളെയും വിട്ട്. ഓ, ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. ഒരു സിനിമയ്ക്ക് പോയിക്കൂടാ? വിശക്കുമ്പോ എവിടെന്നെങ്കിലും ഒരു ചായ കുടിച്ചാൽ അതിന് കുറ്റം. അങ്ങോട്ട് നോക്കിയാ കേസ്, ഇങ്ങോട്ട് നോക്കിയാ കേസ്. ഒരു ദിവസമെങ്കിലും വീട്ടിൽ വന്ന് കയറുമ്പോൾ ലഹളയില്ലാതെ അത്യാവശ്യത്തിന് കാശ് ചോദിച്ചുകൂടാ. ഇല്ലാപ്പാട്ട് കേട്ട് കേട്ട് മടുത്തു. വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു ഒരച്ഛനും അമ്മയും. നിനക്ക് തരണ്ടാന്ന് വെച്ചിട്ടാണോ? ഇല്ലാഞ്ഞിട്ടല്ലേ അനിയ? അതന്നെ, ഇവിടുത്തെ ഇല്ലായ്മ ഒരിക്കലും തീരില്ല. മക്കളെ നേരെ വളർത്താൻ കഴിവില്ലാത്തവർ കുട്ടികളെ ഉണ്ടാക്കരുത്. അനിയ, അതെ, മക്കൾ ഉണ്ടാവുമ്പോ ആലോചിക്കേണ്ടതായിരുന്നു ഇതൊക്കെ. നേരെ ചൊവ്വെ വളർത്തേണ്ട ചുമതല ആരുടെയാണ്? കഴിഞ്ഞ നൂറ്റാണ്ടിലെ ജീർണിച്ച കുറെ രാഷ്ട്രീയവും കാശിന് വിലയില്ലാത്ത ന്യൂസ് പേപ്പർ. എന്നെ കൊണ്ട് ഇനി പറയിക്കണ്ട. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ നിക്കടാ, എടാ അനിയ. അച്ഛാ, നേരെ ഒരുപാടായി. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. വേണ്ട ചാരു, എനിക്കൊന്നും വേണ്ട. ശാരി എന്താ നേരത്തെ പോന്ന്? കേസ് കഴിയുമ്പോഴേക്കും മണി 4 വിചാരിച്ച് ഞാനൊന്ന് പുറത്തിറങ്ങി. തിരിച്ചു വന്നപ്പോഴേക്കും ദേഹം ആള് തലം വിട്ടിരിക്കുന്നു. ഇത്ര ധൃതി എന്തായിരുന്നു? വയ്യാന്ന് തോന്നി, കേസ് എഴുതി മേടിച്ചു. അല്ല, സൂക്കടൊന്നുമില്ലല്ലോ? ശാരി, മറന്നോ? ഇന്ന് തിങ്കളാഴ്ച. ഓർമ്മയില്ലേ? ഇന്നേക്ക് ഒരാഴ്ചയായി. ഇന്ന് മറുപടി പറയാന്നല്ലേ ശാരി പറഞ്ഞത്? ശാരി, ഊവെന്നോ ഇല്ലെന്നോ ഒന്നും പറയാനില്ലേ? പാടില്ല. പാടില്ലേ? എന്തുകൊണ്ട് പാടില്ല? എന്റെ ചോദ്യം ശാരിക്ക് സമ്മതമാണോന്നാ. ശാരി, എന്റെ മുഖത്ത് നോക്കി പറയൂ, ശാരി എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്റെ ശാരി, ഇതിലെന്തത്ര ആലോചിക്കാൻ? നമ്മൾ രണ്ടുപേരും ഒന്നാവാനുള്ളവരാ. പാടില്ല, നമ്മൾ ഒന്നാവരുത്. എന്തുകൊണ്ട്? ഞാൻ ശാരിയെ സ്നേഹിക്കുന്നു, ശാരി എന്നെയും. പിന്നെ എന്തുകൊണ്ടരുത്? എനിക്ക് അതിന് അർഹതയില്ല. അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. നോക്കൂ, ഞാൻ 2 ലോകങ്ങളിലായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളൊക്കെ അറിയണ ഈ ലോകത്തിന് പുറമെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു ലോകമുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ കൂടപ്പിറപ്പുകളുടെ ആയ ലോകം.
അത് അതിൽ പങ്കുചേരാൻ തയ്യാറാണെങ്കിൽ ഇല്ല, അതുമായി പൊരുത്തപ്പെടാൻ അങ്ങക്ക് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? മനസ്സുണ്ടെങ്കിൽ. അങ്ങയുടെ അച്ഛൻ എന്റെ അച്ഛൻ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. അപ്പൊ അവിടെ സമ്മതല്ല. എന്റെയാണ് ജീവിതം. എനിക്കതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കഴിയണ്ടേ? എന്തിന്? അതല്ലേ ഞാൻ ജോലി കിട്ടാൻ കാത്തുനിന്നത്. അച്ഛന് സ്വത്തില്ലെങ്കിലും കഴിയാം. എന്റെ കാലിൽ നിന്നോളാം ഞാൻ. അച്ഛനും മകനും തമ്മിൽ പിണങ്ങി. അത് ഇണക്കമുണ്ടായിട്ട് വേണ്ടേ പണങ്ങാൻ. അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞ അളവറ്റ സ്വത്തിന്റെ കൂട്ടത്തിൽ ഒന്ന് മാത്രം മകൻ. ജീവനുള്ള സമ്പാദ്യം. എന്റെ കാര്യം വ്യത്യസ്ത. എനിക്കങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോരാൻ വയ്യ. എന്നെ മാത്രം ആശ്രയിച്ച് കഴിയണവരെ. ശാരി അവരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കൂടെ വരുന്നോണ്ട് വീട്ടുകാരെ കൈവിടണമെന്നുണ്ടോ? ഡൽഹിയിൽ ഇരുന്നോണ്ട്. ഡൽഹിയിലായാലും മണി ഓർഡർ അയക്കാന്നൊരു ഏർപ്പാടില്ലേ? വാങ്ങാൻ അവര് തയ്യാറായിട്ട് വേണ്ടേ? അതെന്താ എന്റെ പണം വാങ്ങില്ലെന്നുണ്ടോ? ശാരിക്ക് അവിടെ ഒരു ജോലി വാങ്ങിച്ചൂടെ? മകൾ പണിയെടുത്തുണ്ടാക്കുന്ന പണം സ്വീകരിക്കാൻ മടി കാണില്ലല്ലോ. ദാമോദര പണിക്കരുടെ മകന്റെ ഭാര്യ. ഓ, വീണ്ടും പഴയ കഥ. അച്ഛന് ഇന്നും പുതിയതാണ് ആ കഥ. ഞാനിത് ചെയ്ത അച്ഛനത് സഹിക്കില്ല. അതിലൊരു അർത്ഥമില്ലേ ശരി? ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരാളുടെ ദുർവാശി കാരണം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയാണോ? ശരിയല്ലായിരിക്കാം. അച്ഛന്റെ കാര്യം കളയും. ശാരിയുടെ കാര്യം എനിക്കറിയേണ്ടത്. സ്വന്തം സ്നേഹം തെറ്റിദ്ധാരണയുടെ പേരിൽ ബലി കഴിക്കാൻ ശാരി തയ്യാറാണോ? ഓർത്തോക്കൂ, എനിക്ക് താഴെ 6 പേരുണ്ട്. അല്ല, 5. ഇപ്പൊ 5 ഉള്ളൂ. അനിയൻ അവൻ പോയി. നീ വരില്ല. അവനില്ലെന്ന് വിചാരിച്ചോളാന്നാ പറഞ്ഞ. ആരാ പോയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ അനിയൻ. അവൻ ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയി. നീ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ അവൻ പോയ. എന്തിന്? എന്തിന്? അവനിവിടെ ശ്വാസം മുട്ടി കഴിയാൻ വയ്യാന്ന്. അതെ, ആണ്. ആത്മാവിന് ശ്വാസം മുട്ടിക്കരുത്. ഒന്നോർത്ത ശരിയാ, ആ കുട്ടി ജീവിക്കാൻ പോയി. അവൻ കാണിച്ച വഴി തുറന്നാണ് കിടക്കുന്നത്. അതിലെ ഇറങ്ങി വരിശാരി. ഞാനാ വിളിക്കുന്നത്. അപ്പൊ മറ്റു കുട്ടികൾ എനിക്കവന് മക്കളെ പോലെ. കുട്ടികളെ അതിനുശേഷം നോക്കിക്കൂടെ? അച്ഛൻ സമ്മതിക്കില്ല. അത് വെറും മറക്കട മുഷ്ടിയാ. ആയിരിക്കാം. അതുകൊണ്ട് ആ കുട്ടികൾ എനിക്ക് ആരുമല്ലാതാവും. അവർക്ക് ഞാനല്ലാതെ മറ്റാരാ? അപ്പോ എന്റെ സ്നേഹം ശാരിക്കൊന്നുമല്ലേ? അതിന് യാതൊരു വിലയില്ലേ? ദേവി, ഇതങ്ങനെ പറയരുത്. ശാരി, എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് മറ്റുള്ളവർക്ക് മട്ടുതട്ടാനുള്ളതാണോ? എനിക്കറിയാം ശാരിക്ക് കുട്ടികളെ ഇഷ്ടമാണ്. ശാരി, സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമില്ലേ? ലാളിക്കാൻ, കഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ കണ്ടു വളർത്താൻ. സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാവുന്നത് അമ്മയാകുമ്പോൾ മാത്രമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. എന്റെ ജീവിതം പൂർണ്ണമാക്കാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്. ആരെയാണ് നശിപ്പിക്കുന്നത്? കുറെ അനിയന്മാരും അനിയത്തിമാരും. മക്കളെ സൃഷ്ടിച്ചവരവരെ നോക്കേണ്ടത്, അല്ല ചേച്ചിയല്ല. കഷ്ടം, ഒരു പറ്റം പിള്ളേർക്ക് വേണ്ടി. ഞാൻ സ്നേഹിക്കുന്നതിനെ പറ്റി ഇങ്ങനെയൊന്നും എന്നോടൊന്നും മിണ്ടണ്ട. ശരി, അരുത്, എന്നോടൊന്നും പറയണ്ട.
വൈകുണ്ഠായ നമഃ വാസുദേവായ നമഃ ശ്രീകൃഷ്ണായ നമഃ കൃഷ്ണവേ ഹരി. ചാരു, ഒന്ന് തിരിഞ്ഞു കിടന്നാ മോളെ. അമ്മ ഇത് നെറ്റിയിലിട്ട് തരാം. ഇനി കുറച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഭേദാവും. എന്നിട്ട് വല്ലതും കഴിക്കാം. ഞാൻ ഉറങ്ങട്ടെ അമ്മേ, ഉറക്കം ശരിയാവിഞ്ഞിട്ടാ തലവേദന. സാരമില്ല കുട്ടി, ഉണ്ണാറാവുമ്പോഴേക്കും ഒക്കെ മാറും. ഉറങ്ങുകയാണെങ്കിൽ എന്നെ വിളിക്കല്ലേ അമ്മേ? ഇല്ല, ഉറങ്ങിക്കോളൂ. ഞാൻ വാതിൽ ചാരിയേക്കാം. വലിയക്ക് സുഖമില്ലാണ്ട് കിടക്ക. ആരും ഒച്ച ഉണ്ടാക്കരുത്. മിണ്ടാതെ കിടന്നോളൻ. വെല്ലിച്ചിക്ക് എന്ത് പറ്റിയതാ? എന്നോട് മിണ്ടരെന്ന് പറഞ്ഞില്ലേ? വേഗം ഉറങ്ങിക്കോളൂ. ചാരുവിനിപ്പോ ഒന്നും വേണ്ടാത്രേ. അമ്മേ, ചോറിൽ വെള്ളം പരണ്ടട്ടോ, പാലും ഉറൊഴിക്കണ്ട. രാത്രി വെല്ലേച്ച് ഉണർന്ന് കാപ്പി ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാലോ. പാറൂട്ടിയെ ജഗ്ഗിലെ ചുക്കുവെള്ളം എടുത്ത് അവിടെ അടുത്ത് കൊണ്ടുവച്ചേക്കൂ. വെള്ളം ദാഹിച്ചാലും ആരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വിളിക്കില്ലേ അവള്. അതിന്റെ പ്രകൃതം പണ്ടേ അങ്ങനെയാ. ഒരു പറ്റം പിള്ളേരാണത്രേ. വല്യേച്ചി, പോസ്റ്റ്മാൻ വന്നിരുന്നു. വല്യേച്ചിക്ക് ഒരു കത്തുണ്ട്. പ്രിയപ്പെട്ട ചാരി, ഞാൻ ചാരിയെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. കരുതിക്കുട്ടിയല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇന്നിവിടെ വിടുകയാണ് ഞാൻ. എങ്ങോട്ടാണെന്ന് തീർച്ചയില്ല. അടുത്ത മാസം അവസാനം എത്തിയാൽ മതി ഡൽഹിയിൽ. ഷാരിക്ക് എന്നെ ആവശ്യമുള്ളപ്പോൾ ഒരു വരി എഴുതിയാൽ മതി, ഞാൻ ഓടി വരും. സ്നേഹത്തോടെ, ഭാസ്കര മേനോൻ. അങ്ങനെ എല്ലാം അവസാനിച്ചു.
പേപ്പർ വായിക്കുകയോ അതോ സ്വപ്നം കാണുകയോ? ഷാരിക്ക് എന്താ ഈയിടെ ഒരു മൗനം? എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ദേഷ്യോ? എന്തിന്? അത് ഷാരിക്കല്ലേ അറിയൂ. ഞാനും അമ്മാവനും ഷാരിയെ പറ്റി സംസാരിക്കുകയായിരുന്നു. എന്നെ പറ്റിയോ? അതെ, അത് വേഗം അങ്ങ് നടത്തുക നല്ലതെന്ന അമ്മാവന്റെ അഭിപ്രായം. ഏത്? ഏതെന്ന് ഞാൻ പറയണമല്ലേ? ഒന്നും അറിയാത്ത പാവം. അമ്മാവനിടെ ക്ഷീണം വളരെ കൂടുതലാ. വയസ്സായി വരെയല്ലേ, എന്നും ഒരുപോലെ ഇരിക്കോ? കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കില്ല എന്നൊരു വിചാരം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയെങ്കിലും ഒരു മനസ്സമാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. എന്ത് സമാധാനം? രാമൻകുട്ടി എന്താ പറഞ്ഞു വരുന്നത്? വളച്ചേട്ടാ, അതെ എന്നെ കൊണ്ട് പറയിച്ചേ അടങ്ങുമല്ലേ? കളിക്കാതെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. ദേഷ്യപ്പെടാതെ. നമ്മുടെ കല്യാണ കാര്യം അല്ലാതെന്താ? നമ്മുടെ വെച്ചാ എന്റെ ശാരിയുടെ അല്ലാതെ ആരുടെ? എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. നിങ്ങളുടെ കാര്യം മാത്രം അങ്ങ് അന്വേഷിച്ചാൽ മതി. അതെങ്ങനെയാ? ഞാൻ മാത്രമായ സംഗതി നടക്കൂ? എന്നാ പിന്നെ കൂട്ടിന് ഒരാളും കൂടി കണ്ടുപിടിച്ചോ. ശാരി ഉള്ളപ്പോ മറ്റൊരാൾ? അത് നടക്കില്ല. എന്താ നടക്കില്ലെന്ന്? നടക്കില്ല, അതന്നെ. അല്ല, ഒരു കാരണം വേണമല്ലോ. ഒരു കാരണവുമില്ല. ഞാനിപ്പോ ആരെയും കല്യാണം കഴിക്കുന്നില്ല. എന്താ പോരെ? കല്യാണമേ വേണ്ടെന്നാണോ? അതെ. പക്ഷെ അമ്മാവ നേരത്തെ നിശ്ചയിച്ചു പോയല്ലോ. ഓഹോ, നിശ്ചയിച്ചു കഴിഞ്ഞു? അങ്ങനെ നിങ്ങൾ മാത്രം നിശ്ചയിക്കേണ്ട കാര്യമല്ലേ അത്? ഷാരിക്ക് എന്നെ പിടിക്കാനിട്ടാണോ അതോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. ആരായാലും വേണ്ട. ഇലഞ്ഞിപ്പറമ്പിലെ ഭാസ്കര മേനോനായാലും. എന്താ എന്താ പറഞ്ഞു? ദാമോദര പണിക്കരുടെ മകൻ ഭാസ്കര മേനോനാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുമോന്ന്? നിർത്ത, ഇനി ഒരു അക്ഷരം വേണ്ടരുത്. ഇടവഴിയിലെ വർത്താനോ മരച്ചോട്ടിലെ ശൃംഗാരോ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് ധരിക്കണ്ട. റോഡിലോ അങ്ങാടിയിലോ ഒക്കെ പാട്ടാ. കണ്ണടച്ച് പാൽ കുടിച്ച് ആരും കാണില്ല എന്നാ പൂച്ചയുടെ വിചാരം. ചാരു, നീ ഒന്നങ്ങോട്ട് ചെല്ലേ. കുറെ നേരമായി അച്ഛൻ അന്വേഷിക്കുന്നു. അച്ഛാ, വിളിച്ചോ? ആ സ്റ്റൂൾ അങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ അടുത്ത് വന്നിരിക്കേ. ചാരു ഈയുടെ പത്രത്തിന്റെ കാര്യമൊന്നും നോക്കുന്നില്ല എന്ന് രാമൻകുട്ടി പറഞ്ഞു. എനിക്ക് വയ്യാണ്ടായി മോളെ. ഇനി നീ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. ഞാൻ തുടങ്ങിയതൊന്നും മുഴുവനായില്ല. നീ അത് ഏറ്റെടുക്കണം. അതിനു വേണ്ട ബുദ്ധി നിനക്കുണ്ട്. പഠിപ്പ് ഞാൻ തന്നിട്ടുണ്ട്. ഇതിനാ നിന്നെ ഞാൻ ബിഎല്ലിന് പഠിപ്പിച്ചത്. ഒരു പുരുഷന്റെ ബുദ്ധി നിനക്കുണ്ട്, അച്ഛനറിയാം. പക്ഷെ ബുദ്ധി കൊണ്ട് മാത്രമായില്ല മോളെ. ഒരാണ് പിന്നിലുണ്ടെങ്കിലേ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കും. നിനക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്ന അച്ഛനറിയാം. രാമൻകുട്ടിക്ക് മിടുക്ക് പോരാ. അവനെ കൊണ്ട് തനിയെ ഒന്നിനും കഴിയില്ല. എന്തൊക്കെ ചെയ്യണമെന്ന് ചാരു പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നടത്തിക്കോളും. നീ ഒന്ന് മനസ്സിരുത്തിയ ആ പത്രം ഇങ്ങനെ ആവില്ല. പത്രത്തിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ നീ ഒരിക്കലും കേൾക്കാതിരുന്നിട്ടില്ല. രാമൻകുട്ടിയെ തന്നെ പറഞ്ഞയക്കണം നല്ലൊരു ദിവസം നോക്കാൻ. നല്ല ദിവസം എന്തിന്? എത്ര പുരോഗമനം പറഞ്ഞാലും ശുഭകാര്യങ്ങള് അതൊന്നും നോക്കാതെ നടത്താൻ പാടില്ല. ജോത്സ്യൻ എംബ്രാന്തിന്റെ അടുത്ത് തന്നെ പോട്ടെ. നല്ല ദിവസം നോക്കിയിട്ട് അച്ഛൻ എന്ത് ചെയ്യാനാണ്? കല്യാണം 4 ആള് നടത്തുന്ന പോലെ നടത്താൻ ഞാൻ പറ്റുമോ? മുഹൂർത്തമൊക്കെ നോക്കി തന്നെ ചെയ്യണം. നീ അതൊന്നും അറിയണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ. അച്ഛാ, ഇപ്പൊ ഇവിടെ കല്യാണക്കാരി ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പിന്നെ എന്താ നീ ഇത്തിരി മുമ്പ് പറഞ്ഞത്? പത്രത്തിന്റെ കാര്യം നോക്കിക്കോളാന്നാ ഞാൻ പറഞ്ഞേ.
അതെ, അതുതന്നെയാ ഞാനും പറഞ്ഞത്. രാമൻകുട്ടി ഇല്ലാതെ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പത്രം നടത്താൻ കഴിയുമോ? ഇല്ലായിരിക്കും. പക്ഷെ ഇപ്പൊ നടക്കണ പോലെ തന്നെ ഇനിയും. അത് പറ്റില്ല. എന്റെ കാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 2 കുട്ടികൾ ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. മറ്റുള്ളവരെന്ത് പറയും? ഓ, എന്ത് പറയാനാണ്? ഇല്ലെങ്കിൽ തന്നെ അത് പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനൊരു കല്യാണം കഴിക്കാതിരിക്കുവോ? പിന്നെ അവന്റെ ഭാര്യ പറയണത് കേട്ട് നിന്റെ കൂടെ പത്രം നടത്താൻ വരുവോ? എന്തായാലും ശരി, ഇത് അച്ഛൻ എന്നോട് പറയരുത്. എനിക്ക് വയ്യ. എന്തുകൊണ്ടാ വയ്യാത്തെ? അവൻ നിന്നോട് എന്ത് പഴിച്ചു? ഒന്നും പിഴച്ചില്ല. എനിക്ക് ആളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഹാ, എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അവനെന്താ പഠിപ്പ് വരാഞ്ഞിട്ടാണോ? എന്തായാലും BA ജയിച്ചിട്ടുണ്ടല്ലോ. പഠിപ്പ് പോരാ എന്ന് വെച്ചിട്ടൊന്നും അല്ല. പിന്നെ എന്താ അവനൊരു കുറവെന്ന് പറയൂ? ഒന്നുമില്ലായിരിക്കും. നല്ല ഉത്തരം. ഒന്നുമില്ലായിരിക്കും അത്രേ. പിന്നെ ഞാൻ എന്ത് പറയണം? അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് എന്താ ഒരു വിസമ്മതം? അവന് വിശേഷിച്ച് തകരാറൊന്നുമില്ല, അത് നീയും സമ്മതിച്ചു. പിന്നെ കാര്യങ്ങൾ നോക്കി നടത്താൻ നിനക്ക് അവൻ വേണം. അവനാണ് കല്യാണം നടത്താൻ സമ്മതവും. പിന്നെ നിനക്ക് എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? ചാരു, നിനക്ക് പറഞ്ഞാ മനസ്സിലാകാത്തത് എന്താ? മനസ്സിലാവായികല്ല അച്ഛാ. എനിക്ക് രാമൻകുട്ടിയെ കല്യാണം കഴിക്കാൻ വയ്യ. നീ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ടോ ചാരു? ഇല്ല. തുറന്നു പറയേ, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? രാമൻകുട്ടിയെ വേണ്ടെന്ന് ഇത്രയും തീർത്ത് പറയാൻ നീ മറ്റാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എനിക്ക് കല്യാണമേ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എന്ന് നീ പറഞ്ഞില്ല. അല്ലെങ്കിലും അങ്ങനെ തീർത്ത് പറയണത് അസംബന്ധമാണ്, കുട്ടിത്തമാണ്. കാര്യത്തിന്റെ ഗൗരവം മുഴുവൻ മനസ്സിലാക്കിയ ശേഷം ഒരു ബന്ധം വേണ്ടെന്ന് വെക്കാൻ മാത്രം ഇങ്ങനെ ഒരു മുടന്തനായോ അച്ഛനോട് പറയാൻ നീ അത്ര വിഡ്ഢിയല്ല. നീ എന്താ മിണ്ടായിരിക്കുന്നേ? നിനക്കൊരു സമാധാനവും പറയാനില്ലേ? ഒന്നുകൂടെ അച്ഛൻ ചോദിക്കുക, നിനക്ക് വേറെ വല്ലവരോടും സ്നേഹമുണ്ടോ? ഉണ്ട്. ആരാണ് അയാള്? അത് പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാ? ഞാൻ അയാളെ കല്യാണം കഴിക്കാൻ പോണില്ല. അതറിഞ്ഞ പോരെ? അറിഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനല്ലേ. ആളാരാണെന്ന് പറയൂ. അച്ഛാ, എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. നിനക്ക് അയാളുടെ പേര് പറഞ്ഞാൽ എന്താ? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അച്ഛൻ. അപ്പൊ ചെക്കൻ പറഞ്ഞത് വാസ്തവമാണ്. അത് കേട്ടപ്പോ ഞാനവനെ തല്ലാൻ കൈയൊങ്ങിയതാ. ചാരു, നീ വാസ്തവമാണ് കുട്ടി. എന്റെ ജീവിതം തകർത്ത ആ ദ്രോഹിയുടെ മകനാണോ നിന്റെ? അപ്പൊ അതുതന്നെയാണല്ലേ. നന്നായി മോളെ, നിന്നെ കൊണ്ടത് സാധിച്ചു. എന്നെ നശിപ്പിച്ചവന്റെ. അതിന് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ പറഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും പോരാ നിങ്ങൾക്ക്. എന്റെ സകലം ഞാൻ നശിപ്പിച്ചു. അതിലൂടെ 2 ജീവിതം ഞാൻ തൊലിച്ചു. എന്നിട്ട് മതിയായില്ല. അച്ഛനെ കരുതി ഞാൻ എന്റെ സ്നേഹം കുഴിച്ചുകൂടി. ഒരൊറ്റയാൾക്ക് വേണ്ടി അച്ഛന്റെ ദുരഭിമാനം എന്നെ കൊണ്ട് അച്ഛന്ന് പറയിപ്പിച്ചല്ലേ? എന്തു പറ്റി? എന്താ? ശരി ചേച്ചി, ഒന്ന് അങ്ങോട്ട് വരൂ. അച്ഛന് വല്ലാത്ത നെഞ്ചുവേദന. ചാരു, രാമക്കുട്ടി പോയിട്ടുണ്ട് ഡോക്ടറെ വിളിക്കാൻ. അച്ഛാ,
ആരംഭിക്കാത്ത അവസാനിക്കാത്ത അങ്ങയുടെ നൃത്തം തുടരുമ്പോൾ മൃത്യു അങ്ങയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ